നമസ്കാരം. ഇന്നത്തെ വിഷയം അർഹതയാണ്. അർഹത എന്ന് പറയുന്നത് എന്തിനെയാണ്? അർഹത എന്നാൽ ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിന്മേലുള്ള ഗുണപരമായ അവകാശമാണ്. ഒരു കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന താല്പര്യവും ആഗ്രഹവും ആ കാര്യം നേടുന്നതിനായുള്ള അർഹതയിലേക്ക് നിങ്ങളെ നയിക്കും. ഈ വീഡിയോ കാണാനുള്ള നിങ്ങളുടെ അർഹത എന്ന് പറയുന്നത് വീഡിയോയിൽ പറയുന്ന വിഷയത്തിലുള്ള നിങ്ങളുടെ താല്പര്യത്തെ അല്ലെങ്കിൽ ആഗ്രഹത്തെയാണ്. അതുപോലെ നിങ്ങൾക്ക് മുമ്പിൽ ഈ വിഷയം പറയാനുള്ള എൻ്റെ താല്പര്യത്തെ അഥവാ ആഗ്രഹത്തെ ഇത് ചെയ്യാനുള്ള എൻ്റെ അർഹതയായി കണക്കാക്കാം. ചുരുക്കി പറഞ്ഞാൽ താല്പര്യവും ആഗ്രഹവുമാണ് ഒരാളുടെ അർഹതയ്ക്കുള്ള മാനദണ്ഡം. താല്പര്യക്കുറവിനെ അർഹതയില്ലായ്മ എന്ന് പറയാം. ഒരു വിഷയം അറിയാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് ആ വിഷയത്തെ വളരെ സത്യസന്ധമായി മാത്രമേ സമീപിക്കാൻ പറ്റൂ. ഒരാൾക്ക് നിങ്ങളൊരു സമ്മാനം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. സമ്മാനം ലഭിച്ചയാൾക്ക് കിട്ടിയ സമ്മാനത്തോട് താല്പര്യമുണ്ടാകണം. എങ്കിൽ സമ്മാനം അയാൾ വളരെ സന്തോഷത്തോടെ നല്ല രീതിയിൽ ഉപയോഗിക്കും. താല്പര്യക്കുറവുള്ള ഒരാളാണെങ്കിൽ അത് ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല, അത് ദുരുപയോഗം ചെയ്യുകയും ചെയ്യും. നിങ്ങൾ എന്ത് ആർക്ക് കൊടുക്കുമ്പോഴും അത് അർഹതയുള്ള ആൾക്ക് മാത്രമേ കൊടുക്കാവൂ. ഇവിടെ സമ്മാനമായി നൽകാനുള്ളത് വിദ്യാഭ്യാസമാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ വിദ്യയെ വിലമതിക്കാനാവാത്ത സമ്മാനമായി കരുതാം. മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന ഗുരുകുല സമ്പ്രദായത്തിലേക്കൊന്ന് പോകാം. ഇവിടെ ശിഷ്യരെ തിരഞ്ഞെടുക്കുവാൻ ഗുരുവിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നൽകുന്ന വിദ്യ വ്യർത്ഥമായി പോകരുത്. വിദ്യ നൽകപ്പെടുമ്പോൾ അത് ആചാര്യനും ശിഷ്യനും ഒരുപോലെ പ്രയോജനപ്രദമാകണം. ചോദിക്കാതെ ആർക്കും ധർമ്മോപദേശം നൽകരുത്. ഭയഭക്തി ബഹുമാനത്തോടെ അപേക്ഷിക്കുന്നവന് മാത്രമേ വിദ്യ ഉപദേശിക്കാവൂ. ആവശ്യപ്പെടാതെ ഒരാൾക്ക് വിദ്യ നൽകുന്ന ഗുരു അകാല മൃത്യു വരിക്കാനിടയുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിദ്വേഷത്തിന് പാത്രമായേക്കാം. വിത്ത് നല്ലതാണെങ്കിലും ചില മണ്ണിൽ അത് മുളയ്ക്കില്ല. ഈ മണ്ണിനോടാണ് അനർഹർക്ക് ലഭിക്കുന്ന വിദ്യയെ ഉപമിക്കുന്നത്. ഇവിടെ ഗുരുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ധനം നൽകി വിദ്യ അഭ്യസിക്കുന്നവർ നേടിയ വിദ്യ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ അതോ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഗുരുനാഥൻ്റെ ഉത്തരവാദിത്വമാണോ? ഇതാണ് ചോദ്യം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോഴാണെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെന്താ പറയുക? അത് നമ്മുടെ പണിയല്ല. സ്കൂളിൽ ഫീസടച്ച് പഠിക്കാൻ വന്നാൽ അത് ആരായാലും പഠിപ്പിക്കണം. അർഹത നോക്കിപ്പോയാൽ അധ്യാപന ജോലി നഷ്ടപ്പെടും. ആ പറയുന്നതിനോട് യോജിക്കാനേ ഞാനടക്കം എല്ലാവർക്കും ഇപ്പോൾ കഴിയുകയുള്ളൂ. പക്ഷേ പുരാണങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: പഠിച്ച വിദ്യ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഗുരുനാഥൻ നോക്കണം. ധനം സ്വീകരിക്കുന്നത് കൊണ്ട് ഗുരു ഒരു കൂലിക്കാരനാകുന്നില്ല. വിദ്യ വിൽപ്പനച്ചരക്കുമല്ല. ഇവിടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അന്ന് വിദ്യ എന്നത് വിൽപ്പനച്ചരക്കല്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ഗുരുനാഥന്മാർ വിദ്യ അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. വിദ്യ ദുരുപയോഗം ചെയ്യുമെന്ന് തോന്നിയാൽ ആ ശിഷ്യന് വിദ്യ നൽകുന്നതിൽ നിന്നും ഗുരുനാഥൻ പിന്മാറും. യോഗ്യനായ ശിഷ്യനെ കിട്ടിയില്ലെങ്കിൽ തനിക്കറിയാവുന്ന വിദ്യ തന്നോടെ നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന് കരുതുന്നതാണ് അനർഹർക്ക് ഉപദേശിച്ച് ലോകത്തിന് നാശമുണ്ടാക്കുന്നതിലും നല്ലത്. അനർഹർ നേടിയ വിദ്യ ലോകനാശത്തിന് ഉപയോഗിക്കാനിടയുണ്ട്. വേദവിദ്യ ഗുരുവിൽ നിന്നും നേരിട്ടു തന്നെ അഭ്യസിക്കണം. ഗുരുവിൻ്റെ അനുവാദമില്ലാതെ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടോ സഹപാഠികളിൽ നിന്നോ അഭ്യസിക്കുന്നവർ നരകം പ്രാപിക്കും. ഗുരുവിൻ്റെ അനുവാദമില്ലാതെ വിദ്യ പഠിക്കുന്നവൻ വിദ്യാമോഷണമാണ് ചെയ്യുന്നത്. മഹാഭാരതത്തിൽ ഗുരു ദ്രോണരിൽ നിന്നും ഏകലവ്യൻ ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. പാണ്ഡവ കൗരവർക്ക് വിദ്യ അഭ്യസിക്കുന്ന ദ്രോണരിൽ നിന്നും അദ്ദേഹം അറിയാതെ ഒളിഞ്ഞിരുന്ന് ഏകലവ്യൻ വിദ്യ അഭ്യസിച്ചു. ഇത് വിദ്യാമോഷണമാണെന്ന് തിരിച്ചറിഞ്ഞ ദ്രോണർ തന്നിൽ നിന്നും മോഷ്ടിച്ച വിദ്യ ഉപയോഗരഹിതമാകണമെന്ന് തീരുമാനിച്ചു. അതുപ്രകാരമാണ് ഏകലവ്യൻ്റെ പെരുവിരൽ ഗുരുദക്ഷിണയായി ചോദിക്കാനിടയായത്. ഒരു ഗുരു വിദ്യ നൽകുന്നതിൽ എത്രമാത്രം ശ്രദ്ധാലുവാണെന്ന് ഇവിടെ വ്യക്തം. വിദ്യ വിൽപ്പനച്ചരക്കല്ലാത്ത ആ കാലത്ത് ഇതൊക്കെ നടക്കും. കലിയുഗത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്താൽ വരും തലമുറകൾക്ക് വിദ്യ അഭ്യസിപ്പിക്കാൻ അധ്യാപകരുണ്ടാവില്ല. ഇന്ന് വിദ്യാഭ്യാസമടക്കം എല്ലാം വിൽപ്പനച്ചരക്കാണ്.
ഇവിടെ പണം കൊടുത്താൽ കിട്ടാത്തതായി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി ഏതാണെന്ന് നോക്കി അത് നേടാനായി മാത്രം വിദ്യ അഭ്യസിപ്പിക്കും. താല്പര്യവും അർഹതയും ഒന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. വിദ്യ നേടിയതിന് ശേഷം ലഭിക്കാൻ പോകുന്ന സമ്പാദ്യം മാത്രമാണ് ലക്ഷ്യം. അതിനോട് മാത്രമാണ് താല്പര്യവും ആഗ്രഹവും. പണം കൊടുത്ത് ഏത് വിദ്യയും നേടിയെടുക്കും. അങ്ങനെ നേടുന്നതൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെയില്ല. നേടിയ വിദ്യ പണത്തിന് വേണ്ടി എവിടെയും ഉപയോഗിക്കും. അർഹതയില്ലാത്ത ഡോക്ടർ ബിരുദം നേടിയവർ വൈറ്റ് കോളർ ടെററിസം വഴി മനുഷ്യ ബോംബായി പൊട്ടിത്തെറിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം പഠിച്ചവർ രാജ്യനന്മയ്ക്കായി പ്രവർത്തിക്കുന്നതിനു പകരം മനുഷ്യരെ കൊല്ലാൻ നടക്കുന്നു. അണുബോംബിൻ്റെ കാലമാണല്ലോ ഇത്. ശാസ്ത്രജ്ഞന്മാർ പുതുമയാർന്നതും സംഹാരശേഷിയേറിയതുമായ അണുബോംബുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. വെറും മിനിറ്റുകൾ കൊണ്ട് ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ ഇന്നത്തെ വിദ്യാസമ്പന്നർക്കാവും. പണം നേടാൻ വേണ്ടി എന്തിനോടും ആഗ്രഹവും താല്പര്യവും പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹം. ഗർഭസ്ഥ ശിശുവിനു വേണ്ടി വിദ്യാലയങ്ങളിൽ ഇരിപ്പിടം ഉറപ്പിക്കുന്ന സമൂഹം. വിധികർത്താക്കളെ സ്വാധീനിച്ച് അസത്യത്തെ സത്യമാക്കുന്ന സമൂഹം. എന്തിനേറെ പറയുന്നു, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എൻ്റെ ദൈവത്തിനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരുന്ന ഒരു സമൂഹം. ഈ സമൂഹത്തിനോട് ശിവോഹത്തിന് ഒന്നേ പറയാനുള്ളൂ: അറിവ് നേടുക. മരണത്തോടൊപ്പം തനിച്ച് യാത്ര ചെയ്യാൻ ഭയപ്പെടുന്ന നിനക്ക് ഒരു കൂട്ടുകാരനായി നിന്റെ അറിവ് എന്നുമുണ്ടാവും. നീ നിന്റെ സമയം പാഴാക്കാതെ നല്ല വായനയിലൂടെയും കേൾവിയിലൂടെയും കാഴ്ചയിലൂടെയുമൊക്കെയായി അറിവ് സ്വന്തമാക്കുക. അറിഞ്ഞവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അറിവ് അമൂല്യമായ സമ്പത്താണ്. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.